അവരൊക്കെ ഏതാ? കഴിഞ്ഞ ദിവസം 2 പെൺപിള്ളേർ ഇവിടുന്ന് സ്കൂട്ടറിൽ പോകണണ്ടല്ലോ. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? പെണ്ണും പിടക്കോഴൊന്നും ഇല്ലാണ്ട് ഇറക്കടല്ലേ, ജീവനോടെ ഉണ്ടാകുന്നറിയണ്ടേങ്ക. അതിന് ഫോൺ വിളിച്ചാൽ പോരെ? നേരിട്ട് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. നിങ്ങളെ ഇപ്പം നേരിട്ട് കണ്ടില്ലേ, വേഗം വിട്ടു. ഞാൻ പൊക്കോളാം. അപ്പൊ കേട്ടൊക്കെ ശരിയാണല്ലേ? നീ എന്താണ് കേട്ടത്? ലേഡീസ് ഹോസ്റ്റൽ എന്നും പറഞ്ഞ അപ്പുറത്തൊക്കെ സ്ഥലത്തിന് വില കൂടി വെക്കണേ. ആര് പറഞ്ഞു എന്നോട്? നമ്മുടെ ആ ബ്രോക്കറെ കാക്ക പറഞ്ഞു. അതെ, നീ കണ്ട കാര്യം ആരോടും പറയണ്ട, സ്ഥലം വിട്ടോ. വാട്ട് എ ടെറിഫിക് ഐഡിയ അല്ലേ. നിങ്ങൾ ഓൾഡ് ആണെങ്കിലല്ലേ നിങ്ങളുടെ ഐഡിക്ക് ഓൾഡ് ആയിട്ടാണ്. എല്ലാം സമ്മതിച്ച് ഓക്കെ, എവരിത്തിങ് വിട്ടോ വിട്ടോ പൊയ്ക്കോ നീ. അപ്പൊ അമ്മ ചോദിച്ചാ ഞാൻ എന്താണ് പറയേണ്ടത്? ഡാ, ഞാൻ ചോദിക്കുമ്പോൾ നീ കാശ് കടം തരാറുണ്ട്. അത് നിനക്ക് പണിയുണ്ടെന്നുള്ള അഹങ്കാരം, അത് ഞാൻ ക്ഷമിച്ചു. പക്ഷെ അമ്മാമ്മയുടെ പേരും പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയ എൻ്റെ മോനെ, നിനക്ക് ഈ അങ്കിൾ ഉണ്ടാവൂലെന്നുള്ള കാര്യം കൂട്ടിക്കോ. റിസപ്ഷനിസ്റ്റ്, ആളായി, കുക്ക്, ബേഡി, പാൽക്കാരൻ, അത് ഞാൻ തന്നെയാണ്. റൂം സർവീസ്, റൂം ബൈ, ലോണ്ടറി എല്ലാം ഞങ്ങൾ തന്നെയാണ്. നീ വേഗം വിട്ടോ, ഗെറ്റ് ഔട്ട്. സെക്യൂരിറ്റി, നല്ല ചുറുചുറുക്കുള്ള ഒരു ചെക്കനാണ് നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾ ഈ വയസ്സാം കാലത്ത് മനസ്സെത്തിനടുത്ത് നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റുമോ? അതൊക്കെ ശരിയാണ്. ഞങ്ങളൊരു വായന നിർത്തുന്നുണ്ട്. പെമ്പിള്ളേർക്ക് എന്തറിയില്ലെങ്കിലാ വായന ഞങ്ങൾ മലയാളം പഠിപ്പിക്കും. വിട്ടോ. ഹോളി, ദസറ, വിഷു, പിണ്ടിപ്പെരുന്നാള്, ഭായിമാർ 2 മാസം നാട്ടിലേക്ക് പോയാലേ കേരളം പട്ടിണിയാവും. അപ്പൊ എന്തി പറ. ഹെൽപ്പർ, കാര്യമായ ശമ്പളം പ്രതീക്ഷിക്കരുത്. 10ന്റെ പൈസ ഉണ്ട്. ആ കോണിപ്പുര അടി ചുരുണ്ടൂടി കിടന്നോളെ. അല്ല, ഇതിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ തീരുമാനം? 2 മാസം നോക്കും. ബി ആൻ ഒബീഡിയന്റ് ഡോഗ്. പിന്നെ നിന്റെ കച്ചറ കൂട്ടുകാരെയും കൊണ്ട് ഇങ്ങൊന്നും വന്നേക്കരുത്. വലിയ കുടി ഞങ്ങൾ ഒഴികെ വേറെ ആരും പാടില്ല. അത് രണ്ടും എനിക്ക് പണ്ടേ ഇല്ലല്ലോ. തുടങ്ങേണ്ട അവസ്ഥ ഉണ്ടാക്കി വെക്കരുത്. റെക്സ് എനിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഇക്കിളിട്ട് മരിക്കുന്ന ആദ്യത്തെ ആളായിരിക്കും നീ. പിന്നെ മാർക്കറ്റിംഗ്, ഇൻഫോ പാർക്ക്, സെയിന്റ് സാസ്, പിന്നെ സകലമാന ബൂസ്റ്റ് കടകളിലും നീ ഒറ്റക്ക് പോയി പോസ്റ്റർ ഒട്ടിക്കണം. ഈ നെഞ്ചത്ത് വരെ ഞാൻ ഒട്ടിക്കും. അല്ലേ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ കാര്യം വീട്ടിലിരിക്കണ നിങ്ങൾ പറഞ്ഞാൽ വിരോധം ഉണ്ടാവൂലേ? ഉള്ളത് നീയായിട്ട് കൂട്ടാതിരുന്നാൽ മതി. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. എന്ത് കൂട്ടാനാ? നിങ്ങൾ ചത്താലും എന്നെ വിശ്വസിക്കാം. ഈ നിമിഷം മുതൽ ഈ ലേഡീസ് ഹോസ്റ്റൽ എന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. അങ്കിളാണേ സത്യം. പുതിയ ആളല്ലേ, എന്താ ഇവിടെ നിന്ന് ഒറ്റയ്ക്കിരിക്കണേ? രാവിലെ തന്നെ ടെൻഷനാണല്ലോ. ചേച്ചി, ഞാനൊരു പ്രശ്നത്തിലാണ്. എന്ത് പ്രശ്നം? അത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പം നല്ല കാര്യമല്ലേ? അതല്ലേ ചേച്ചി, അവനൊരു സൈക്കോയാണ്. ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ പിന്നെ അല്ല, എന്നിട്ട് ഇപ്പം എന്താ അവസ്ഥ? അവൻ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനെന്തായാലും ചോദിച്ചാൽ എന്നെ തല്ലും, സിഗരറ്റ് വെച്ച് എന്നെ കുത്തും. ഞാൻ പേടിച്ചിട്ട് ഇറങ്ങി പോന്നതാ. അപ്പം കട്ട സൈക്കോ ആണല്ലേ? ഇവിടെ എന്നെ അന്വേഷിച്ച് വരുമെന്നാണ് എനിക്ക് പേടി. ഇതിപ്പോൾ 2ാമത്തെ ഹോസ്റ്റലോ. അല്ല, ഇവിടെ നീ പേടിക്കണ്ട, അവനെന്തായാലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. പക്ഷെ ഞങ്ങളെ പുതിയ ഹോസ്റ്റലിലേക്ക് മാറാൻ പോവാ. പുതിയ സ്ഥലത്ത് എനിക്കൊരു ബെഡ് സ്പേസ് കിട്ടുമോ? ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായതുകൊണ്ടാണ് ചേച്ചി. അല്ല, അത് നമുക്ക് സെറ്റാക്കാം. അല്ല, ഇത് നീ വീട്ടിൽ പറഞ്ഞില്ലേ? വീട്ടിലറിയിച്ചാൽ പിന്നെ ഒച്ചപ്പാടും ബഹളവും. എനിക്കൊരു അനിയത്തിയാണുള്ളത്. നീ ഒരു പണി ചെയ്യും, ഒരു കംപ്ലൈൻറ്റ് എഴുത്താം. അതിൻ്റെ കാര്യം നമുക്ക് ശരിയാക്കാം. ടെൻഷൻ ഒന്നും അടിക്കണ്ട. എന്തൊരു മഴയാണല്ലേ അത്. ഓഹ്, നീ എന്താ അത്ര ആലോചിക്കണത്? അതല്ലടാ, ഞാൻ എത്ര ആലോചിച്ചിട്ടേ നമ്മുടെ ലേഡീസ് ഹോസ്റ്റലിനെ പറ്റി ഒരു പേര് കിട്ടണില്ല. കൂടുതൽ ആലോചിക്കണ്ട. ഞാൻ ഒരു സാധനം കണ്ടുവച്ചിട്ടുണ്ട്. എന്നാ പിന്നെ എന്തെങ്കിലും കുൽസിതമായിരിക്കും. ഇല്ലടാ, നിനക്കത് ഇഷ്ടപ്പെടും. ബേഡി, റാൻസി, അലക്സ്, ബ്രാ ലേഡീസ് ഹോസ്റ്റൽ, കുണ്ട്ര പിയോ. മതി, സംഭവം കൊള്ളാം. അലക്സേ, നിന്റെ ഭാര്യ ജർമ്മനിയിൽ നിന്ന് വരാറായില്ലേ? ഓ, ഇവൻ്റെ
മനുഷ്യനോട് മനസ്സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു പിന്നെ അവളെങ്ങാലും വന്നാലുണ്ടല്ല നിങ്ങൾ രണ്ടുപേരും പടിക്ക് പുറത്താണ് മറക്കണ്ടാതെ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാൽ പിന്നെ സാറ് പറ. അതായത് സയൻറ്റിഫിക്കലി ബ്രാ ഒരു നല്ല പേരാണെങ്കിലും എസ്തറ്റിക്കലി അത് നമുക്കൊന്ന് തിരിച്ചിടാം. അതായത് ബേഡി അലക്സ് റാൻസി ബാർ എന്നാക്കിയാലോ? അത് കൊള്ളാം. ബാർ ലേഡീസ് ഹോസ്റ്റൽ, അതിനൊരു അഡ്വർടൈസിങ് ആംഗിളും കൂടി ഉണ്ട്. കറക്റ്റ്. അതെ, പേരൊക്കെ അവിടെ നിൽക്കട്ടെ. കാര്യങ്ങളുടെ ഒരു കിടപ്പ് വെച്ചേ നമുക്ക് ഈ ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഒരു ബ്രാഞ്ച് കൂടി പണിയേണ്ടി വരും. എന്നിട്ട് നിനക്ക് അവിടുന്ന് ഹെഡ് മാഷാവാനല്ലേ? ഒന്ന് പോയടാ ഒന്ന്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടി പാർലറും കൂടി തുടങ്ങിയാലോ? എന്നാൽ പിന്നെ നമുക്ക് യോഗ കൂടി പിടിക്കാം. അതിനിപ്പോൾ നല്ല മാർക്കറ്റാണ്. അതിന് യോഗ എനിക്കറിയാൻ പാടില്ല, എന്നാലും അതിൽ ട്രയൽ ബൈ ബസ്. അലക്സേ, സെൽഫിഷ് ആവല്ലേ, നമുക്കൊരു യോഗ മാസ്റ്റർ തന്നെ വെക്കാം. നോ നോ യോഗ മാസ്റ്റർ, യോഗ മിസ്ട്രസ്. നോ ബോയ്സ് നോ ടെൻഷൻസ്. അതാവുമ്പോ പുറത്തുനിന്ന് പെൺപിള്ളേരൊക്കെ യോഗ പഠിക്കാൻ വരും. ദൈവമേ, ഒരു പൂവ് ആഗ്രഹിച്ചതിന് പൂക്കാലമുള്ള കിട്ടാൻ പോണത്. അതെ, വയസ്സ് 18-30 എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, അല്ലെങ്കിൽ ഇതൊരു വയോജന ക്ഷേമ കേന്ദ്രമായി മാറും. റാൻസി, നീ പഴയൊരു ഡാൻസർ അല്ലേ? നമുക്കൊരു സൂംബ പിടിച്ചാലോ? പുതിയ ട്രെൻഡ് അതാണ്. പഴയ മെയ് വഴക്കമൊക്കെ പോയടാ. കാണാനുണ്ട്. ഉള്ള പൊത്തിൻ്റെയും അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കയറിയാൽ മീ കുഴപ്പമില്ലേ? അത് മതി. നമ്മുടെ പിള്ളേർ എന്ന് മുതലാണ് താമസിക്കാൻ വരുന്നത്? പിടക്കല്ലേ നീ, 2 ദിവസത്തിനുള്ളിൽ വരും. റെഡിയായി, കുറച്ച് പണിയെടുക്കേണ്ടി വരും. തൻ്റെ വയറങ്ങോട്ട് കുറയണില്ലല്ലോ, മുറിച്ച് കളയേണ്ടി വരും. അതെ, ഞാനൊരു ഓർഗാനിക് മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജിബി കിടന്ന് കഷ്ടപ്പെടാനൊന്നും എന്നെ കിട്ടില്ല. പിന്നെ എൻ്റെ ഈ വയറ് കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മതി. ഇഷ്ടപ്പെട്ടാൽ മതി എന്നാ? എന്താണ് നിൻ്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം തന്നെയാണ് എൻ്റെയും ഉദ്ദേശം. എൻ്റെ മെൽ ഗിബ്സാ. അതെങ്ങനെ നീ കേട്ട്? അവരെന്നെ ജോൺ എബ്രഹാം എന്നാണ് വിളിച്ചത്. അതെ, 2 പേരോടും കൂടി നിങ്ങൾക്ക് കുടുംബം, ഭാര്യ, മക്കൾ, പേരക്കിടാങ്ങളെല്ലാം ഉള്ളതാണ്. ഞാൻ പക്ഷേ സിംഗിളാണ്. എൻ്റെ ആക്ടിവിറ്റി നിങ്ങൾ അനുകരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ നിങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലും. അവസാനം ലേഡീസ് ഹോസ്റ്റലിൽ ഒറ്റക്ക് നടത്താൻ ഇടവരുത്തരുത്. എല്ലാവരും കൂടി ഒരുമിച്ച് ഈ കയ്യിൽ താങ്ങൂലടാ. അതുകൊണ്ടാണ്. പോലീസ്. അയ്യോ, ഇത് നിന്റെ അക്വൈറ്റ്യൂസിൻ്റെ ഒറ്റാണെന്നാണ് തോന്നുന്നത്. ബോയ്സ്, പോലീസ് നമ്മളോട് അതും ഇത് മാറി മാറി ചോദിക്കും. ഒന്നും വിട്ടു പറയരുത്. അവസാനം വരെ നമ്മൾ പിടിച്ചു നിൽക്കണം. പാറപ്പള്ളി ധ്യാനത്തിന് പോയി എന്ന് പറഞ്ഞാലാ. ആഹാ,